42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമി CPM-ന്റെ കൂടെയായിരുന്നു. അന്ന് ഒരുപാട് കാലം CPM ഭരിച്ചിട്ടുണ്ട്. CPM ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചത്. ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കാം. CPM ഭരിച്ച കാലത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിയാണ് ആഭ്യന്തരം ഭരിച്ചതെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാം. ഇത് കൈലിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആ സംഘപരിവാർ സഹായം എന്തിനാണ് ഇവിടെ പറയൂര്? ഇവിടെ ഉണ്ടായില്ലല്ലോ ഇവര്. അവരിവിടെ ഉണ്ടായില്ലല്ലോ. അവർക്ക് ഇവിടെ വോട്ട് പോലും ഇല്ലല്ലോ, ഉണ്ടായില്ലല്ലോ. ഞാനൊക്കെ നല്ല മാർജിനിലാണ് ജയിക്കുന്നത് എല്ലാ പ്രാവശ്യവും. ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എനിക്ക് അനുകൂലമായിട്ട് പറയുമോ? കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായി കടുത്ത സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. ഇപ്പൊ CPM പറയണത് ഇതാണ്, ഈ വാചകമാണ് പറയുന്നത്. BJP പറയണത് എന്താ? BJP പറയുന്നത് ഞാൻ ഹിന്ദു വിരുദ്ധനാണെന്നാണ് പറയുന്നത്. ഹിന്ദു വിരുദ്ധനാണെന്ന്. രണ്ടോട്ടും എനിക്ക് BJP BDJ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ട് മുഴുവൻ രണ്ടാമത് വരുന്ന, അതായത് LDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇതാണ് വർഗീയതയ്ക്കെതിരായ നിലപാട്. സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാരമില്ല. തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 ഇത് നേരിട്ട ആളാണ് ഇവിടെ. അന്ന് ഞാനൊന്ന് പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുറച്ചു കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. ഞാൻ പറയണ കേക്ക് നിങ്ങൾ. കയ്യിലേക്ക് എന്താ എത്ര ധൃതി? 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാ. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർന്നു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല. വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുറച്ചു കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല, ഞാൻ പുറകിലേക്ക് ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക, കൈരളിക്കാരൻ പോയി. എന്തുകൊണ്ടാണ് താങ്കൾ മാത്രം ഇങ്ങനെ വെള്ളാപ്പള്ളി ലക്ഷ്യം വെക്കുന്നത്? ഞാൻ വെള്ളാപ്പള്ളിയൊന്നും ലക്ഷ്യം വെച്ചില്ല. ഞാൻ വർഗീയതയാണ് ലക്ഷ്യം വെച്ചത്. അതെനിക്കറിയത്തില്ല. അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാൻ വർഗീയവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയും വർഗീയത പറയരുത്. നിങ്ങൾ പറയാ വർഗീയത പറഞ്ഞില്ലേ, പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ, അത് പറയരുത്. അത് ആര് പറഞ്ഞാലും പറയും. നിങ്ങൾ എൻ്റെ ചരിത്രം പരിശോധിച്ചു, ഞാൻ ആര് പറഞ്ഞാലും ഞാനത് പരിശോധിച്ചിട്ടുണ്ട്.